ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ അവസാനത്തെ വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഈ വീഡിയോ. അവസാനത്തെ വീഡിയോയിലെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് മോംസ് എഡീഷൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഈ വീഡിയോയിലെ ഹോസ്പിറ്റൽ ബാഗ് ബേബീസ് എഡീഷൻ കണ്ടാലോ? അപ്പൊ എല്ലാവർക്കും സ്വാഗതം അർജനിവിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ ഡെലിവറിക്ക് മുൻപേ ഒരു 30 to 33 വീക്സ് ആകുമ്പോഴത്തേനും പാക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം പ്രീടൈം ഡെലിവറിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇത് എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാം വാങ്ങണമെന്നോ ഇത് തന്നെയാണ് വേണ്ടതെന്നോ അർത്ഥമില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ടും കാണിക്കുന്നത് ബേബീസ് എഡിഷൻ ആണ്. മോംസ് എഡിഷൻ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കണ്ടു നോക്കണേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗ് ഇതാണ് കേട്ടോ. ഇത് നമ്മള് സെറ്റ് ആക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഹോസ്പിറ്റലിലോട്ട് വേണ്ട കുറച്ച് സെറ്റ് ഒരു ലിസ്റ്റ് നമുക്ക് മിഡ് വൈഫ് തരും. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കണം. അതുപോലെ നമ്മൾ വീട്ടില് കുഞ്ഞിനെ ഇവിടെ നമ്മൾ കിടക്കുന്ന അതേ ബെഡിൽ തന്നെ കിടത്താനൊന്നും ഇവിടെ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ക്രിബ് എന്തായാലും മേടിക്കണം. നമ്മളൊരു ക്രിബ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം ഈ വീഡിയോന്റെ അവസാനം. ഒരു ക്രിബ് മേടിച്ചിട്ടുണ്ട്, ഒരു സ്ലീപ്പിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല സ്ലീപ്പിംഗ് ബോർഡ് എത്ര യൂസ്ഫുൾ ആയിരിക്കും എന്ന്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമ്പം കുഞ്ഞിനെ അതിൽ കിടത്തിയിട്ട് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീടിന്റെ റൂം ടെമ്പറേച്ചർ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു തെർമോമീറ്റർ, അത് റൂം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു തെർമോമീറ്ററും അല്ലാണ്ട് കുഞ്ഞിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ മിഡ് വൈഫ് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ മേടിച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് കാണാം. ഞാൻ ഒരുപാട് ബാഗും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ട്രോളി ഇതാണ് എടുക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം കൊണ്ടുപോവുകയും ചെയ്യാം. നമുക്ക് അവിടെ അങ്ങ് മെസ്സപ്പ് ആക്കണ്ട. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ഒരു ബാഗ് മാത്രം കൊണ്ടുപോയാൽ മതി. അതൊന്നും ഭയങ്കരമായിട്ട് മെസ്സാക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെയാണ് എൻ്റെ ഐറ്റംസും ബേബിക്ക് വേണ്ട ഐറ്റംസും രണ്ടും വെച്ചേക്കുന്ന ഇതിൽ തന്നെയാണ്. അപ്പം നമുക്ക് കാണാം. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമ്മുടെ മെഡിക്കൽ ഫയല്, പ്രത്യേകിച്ച് ഇവിടെ ആകുമ്പോൾ നമുക്ക് തുടക്കം മുതലെല്ലാം ഉള്ള ഒരു ഗ്രീൻ ബുക്ക് ഉണ്ട്. ആ ഗ്രീൻ ബുക്ക് നമുക്ക് എന്തായാലും വേണം. കാരണം നമ്മുടെ ഓരോ അപ്പോയിന്റ്മെന്റിന്റെയും ഡീറ്റെയിൽസും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ അതിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ആ മെഡിക്കൽ ഫയൽ എന്തായാലും മറക്കരുത്. നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഹാൻഡ് ബാഗിലാക്കിയിട്ട് വണ്ടിയിൽ എടുത്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് എപ്പോഴാണ് പോകേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഈ ബാഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് 2 സൈഡുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ബേബിക്ക് വേണ്ട ഐറ്റംസും ഒരു സൈഡിൽ എനിക്ക് വേണ്ട ഐറ്റംസും ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ഓരോരോ സിറ്റിലോക്ക് കവർ ആക്കിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പേരെഴുതിയാണ് വെച്ചേക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പിഡ്യൂറൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് മണപ്പിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എത്രത്തോളം ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ചേട്ടായി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ചേട്ടായിക്ക് പെട്ടെന്ന് മെസ്സപ്പ് ആക്കി ആകെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ 1 by 1 ഓരോരോ സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിലെ നാഗവല്ലി അപ്പൊ പുറത്ത് ചാടാതിരിക്കാൻ ഇതെല്ലാം നോക്കി പഠിച്ചു വെച്ചോളം പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതൊക്കെ എടുത്തൊന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർക്ക്, ഹോസ്പിറ്റലിലോട്ട് വരുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് റിസീവിങ് ഡ്രസ് സെറ്റ് ആണ്. അതായത് ഫസ്റ്റ് ബേബി ഉണ്ടാവുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സുകളുടെ സെറ്റ് അതിലെല്ലാം ഉണ്ട്. അപ്പം ഇത് മാത്രം 1 by 1 കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സെറ്റൊക്കെ മനസ്സിലാവും. അതിൽ ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് ഇതിന്റെ പേരെന്താ, ഒരു മസ്ലിൻ ക്ലോത്ത് ആണ്. അതൊരു വലിയത് വെച്ചിട്ടുണ്ട്. എല്ലാ ക്ലോത്തും ഞാൻ അലക്കി ഉണക്കി ഡെറ്റോളൊക്കെ ഇട്ട് അലക്കി ഉണക്കി തേച്ച് വെച്ചേക്കുന്നതാണ്. ഇത് വലുതാണ് കേട്ടോ. വലിയ ഇത് നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പം തുടയ്ക്കാനും നമ്മുടെ ഷോൾഡറിൽ ഇടാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പം ബേബിക്ക് അധികം ഇറിറ്റേഷനോ അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇത് എനിക്ക് മേടിച്ചതും കൂടി എല്ലാം പറയണമെന്നുണ്ട്. നമ്മൾ കൂടുതൽ മേടിച്ചത് എം&എസ്ന്നും നെക്സ്റ്റ്ന്നും H&M എന്നൊക്കെയാണ്. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ പ്രൈമാർക്കൊന്നും മേടിച്ചിട്ടുണ്ട്. അതിന്റെ യൂസ് നോക്കിയിട്ട് നമ്മൾ മേടിച്ചത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഒരു മസ്ലിൻ ക്ലോത്ത് ആണ് ബേബി റിസീവിങ് സെറ്റിൽ വെച്ചേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാം ഇതിലങ്ങ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതങ്ങ് കൊടുത്താൽ മതി ഫസ്റ്റ് ബേബി വരുമ്പോൾ. പിന്നെ ഒരു ക്യാപ്പ്,
സെറ്റായിട്ട് വരുന്ന കേട്ടോ. ഈ ഡ്രസ്സുകൾ മൊത്തം സെറ്റായിട്ട് വരുന്നതായിരുന്നു. ഒരു ക്യാപ്പുണ്ട്, പിന്നെ നമ്മുടെ ബിബ്സ് ഇല്ലേ, നമ്മൾ പാല് കുടിക്കുന്ന സമയത്ത് മേത്താവാതിരിക്കാൻ ഇടുന്നൊരു ബിബ്. ഇത് നമ്മൾ പറയുന്നത് ബോഡി സ്യൂട്ട് എന്നാണ്. ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടില് ഫസ്റ്റത്തെ ബേബിയാണ്. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ഇത്രയും ചെറിയൊരു ബേബിക്ക് ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയണം. കാരണം നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു നെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. കുഞ്ഞിന് സാധനങ്ങൾ മേടിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഒന്നും പേര് പോലും അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ സാധനമൊക്കെ മേടിച്ചത്. അപ്പൊ ഇത് ബോഡി സ്യൂട്ട് എന്നാണ് പറയുന്നത്. ഇതിന് കൈ ഇല്ലെങ്കിൽ സ്ലീവ്ലെസ് ആണെങ്കിൽ അതിന് ബെസ്റ്റ് എന്ന് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇതൊരു ബോഡി സ്യൂട്ടാണ്, അതും ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതിന്റെ പുറത്ത് ഫുള്ള് കൈയൊക്കെ കവറായിട്ട് കിടക്കുന്ന ഒരു സ്ലീപ്പ് സ്യൂട്ടും. ഇത് എല്ലാം കൂടി സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ സ്ലീപ്പ് സ്യൂട്ടിന്റെ ഈ കൈയിന്റെ ഇവിടെ ഇങ്ങനെയുള്ളത് മേടിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ മിറ്റൻസോ സോക്സോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതിയാവും. അപ്പൊ ഇതിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൈ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ലീപ്പ് സ്യൂട്ടും. പിന്നെ ഒരു ഹൂഡഡ് ടവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹൂഡഡ് ടവൽ എടുത്തിട്ടുണ്ട്. ഹൂഡഡ് ടവൽ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയണ്ടാവും, ഇതിങ്ങനെ തൊപ്പിയുള്ള ഇങ്ങനെ തല ഇവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാത്തിനും ടവൽ ടർക്കി എന്നൊക്കെ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഇതിലിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ പേരൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. ഹൂഡഡ് ടവല് പിന്നെ ഞാൻ എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ചേട്ടാ ഇതിന് തപ്പി പിടിച്ച് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വാം ആയിട്ടുള്ള ഒരു ടവൽ, ഒരു ലോങ് ടവലും കൂടി എടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്കറിയില്ല അവർ ഏത് ടൈപ്പ് ഓഫ് ബ്ലാങ്കറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു സെറ്റ് മൊത്തം കൊടുത്താൽ മതി, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അവർ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാം ബ്ലാങ്കറ്റും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഞാനൊരു ഫോട്ടോഗ്രാഫിക്കേണ്ട സെറ്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബേബി വന്നു കഴിയുമ്പോൾ ഫസ്റ്റത്തെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹമില്ല എന്നാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊരു സോഫ്റ്റ് ടോയ് ആണ്. ഇത് ചേട്ടായുടെ വാർഡ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ നമ്മൾ ആ ഒരു ട്രേ പോലത്തെ സംഭവത്തിലല്ലേ കൊണ്ടുവരുന്നത്, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ളതാണ് ഒന്ന്. പിന്നെ ഞാൻ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടും കുഞ്ഞിന്റെ പേര് എഴുതാനൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡുണ്ട്. ഇത് ഷീനിൽ നിന്നൊട്ട് മേടിച്ചതാണ് ഞാൻ. പിന്നെ അത് എഴുതാനുള്ള ഒരു പെന്നും. ഇതൊന്നും അതായത് ഫസ്റ്റത്തെ ബേബിക്ക് വേണ്ട ഐറ്റംസ് ആണ് ഈ ഒരു റിസീവിങ് സെറ്റിൽ മൊത്തമായിട്ടുള്ളത്. ഇപ്പൊ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇത് മൊത്തമായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേബീനെ തുടച്ച് സെറ്റാക്കി എടുത്തു തരുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ ഇനി വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ലല്ലോ. പിന്നെ മിറ്റൻസും സോക്സും ഒന്നും ഞാൻ എക്സ്ട്രാ വെച്ചിട്ടില്ല. കാരണം ബോഡി സ്ലീപ്പ് സ്യൂട്ട് ഉള്ളത് കൊണ്ട് അതിന് കാലും കയ്യും ഒക്കെ കവർ ചെയ്ത് കിടക്കുന്ന സ്ലീപ്പ് സ്യൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ വെച്ചിട്ടില്ല ഇതിൽ. അടുത്തത് നമ്മുടെ ഒരു ബ്ലാങ്കറ്റുകളുടെ അല്ലെങ്കിൽ ടവൽസിന്റെ ഒക്കെ ഒരു സെറ്റാണ്. അതിലെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഏതൊക്കെ ടൈപ്പ് ടവലാണ് ഇതിൽ വെച്ചേക്കുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത മിഡ് വൈഫ് ഈ ബ്ലാങ്കറ്റ് മേടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് തന്നായിരുന്നു. അതിൽ അവർ ഏറ്റവും പ്രിഫർ ചെയ്ത് പറയുന്ന ഒരു കാര്യം സെല്ലുലാർ ബ്ലാങ്കറ്റ് മേടിക്കണം എന്നാ. കാരണം ചൂടും തണുപ്പും രണ്ടിനെയും കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ 1 by 1 കാണിച്ചു തരാം. ഇത് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വാം ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, കവർ ചെയ്യാൻ ഒക്കെ പറ്റുന്നതാണ്. നമുക്കറിയില്ല ഏത് ബ്ലാങ്കറ്റ് വേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിന്റെയൊക്കെ ഇപ്പൊ ഞാൻ ആ ഫസ്റ്റ് റിസീവിംഗ് സെറ്റിലാണെങ്കിലും ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിന്റെയൊക്കെ ഒരുപാട്, അതായത് 1-2 എണ്ണം വെച്ച് വേറെയും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അതിൽ നിന്നെല്ലാം ഓരോന്ന് വെച്ചിട്ട് ഓരോ ടൈപ്പ് ബ്ലാങ്കറ്റ് ഓരോന്ന് വെച്ച് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ മേടിച്ചതല്ല, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതും നാട്ടിൽ നിന്ന് അയച്ചതും എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നല്ല വാം ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്. പിന്നെ ഇതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഇത് എന്തായാലും UK ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ ഇത് മേടിക്കാൻ അവർ പറയും. ഇതിൽ ചെറിയ ചെറിയ പോസ് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടി എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും, എന്നാൽ വാം ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇത് ഇവർ പ്രിഫർ ചെയ്ത് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റും ഇതിന്റെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഹൂഡഡ് ടർക്കി കൂടി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊരു 2-3 ദിവസം കിടക്കുകയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ റിസീവിംഗ് സെറ്റിന്റെ ഒപ്പം ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. 2 ദിവസം എങ്ങാനും കിടക്കേണ്ടി വന്നാലോ എന്നാലോചിച്ചിട്ട്. ഇനി അതിൽ കൂടുതൽ യൂഷ്വലി ഇവിടെ അങ്ങനെ ഒത്തിരി ദിവസം കിടത്തൂല. അപ്പൊ നോർമൽ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ വിടും. സിസേറിയൻ ആണെങ്കിൽ മാക്സിമം പോയാൽ 2 ദിവസമേ കിടക്കുള്ളൂ. അപ്പോൾ
ഇനി വേണമെങ്കിൽ നമ്മളിവിടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പൊ ചേട്ടായിക്ക് വന്ന് എടുക്കാൻ പാകത്തിന് ഞാൻ ബാക്കിയുള്ളതൊക്കെ അടുക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഒരു 3 ടൈപ്പ് ഡിഫറെന്റ് ബ്ലാങ്കറ്റുകൾ കൂടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആണിത് ഫസ്റ്റ് ഫീഡിങ്ങിന്റെ ഒരു സെറ്റ് ആണ്. ഇപ്പം നമുക്കറിയില്ല, ഡെലിവറി കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇപ്പം നമുക്ക് തന്നെ പാല് കൊടുക്കാനുണ്ടാവോ, അത്രയ്ക്ക് എമൗണ്ട് ഉണ്ടാവോ, അല്ലെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ അടുത്ത് മിഡ് വൈഫ് പറഞ്ഞായിരുന്നു നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പൊ അത് ചെറിയൊരു ബോട്ടിൽ മേടിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ചെറിയ ബോട്ടിലായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യുമല്ലോ. അപ്പം ഈവൻ എനിക്ക് പാലുണ്ട് അല്ലെങ്കിൽ കൊച്ചിന് കൊടുക്കാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെങ്കിലും ഇതും കൂടി കൊടുക്കാനാണ് ഇവിടെ ഉള്ള ഒരു മാക്സിമം പറയുക. അപ്പം എന്തായാലും നമ്മളൊരു വലിയ ഒരെണ്ണം മേടിച്ചു. നമ്മൾ SMA ആണ് മേടിച്ചത്. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാം പ്രിഫർ ചെയ്ത് വെച്ചിട്ട് മേടിച്ചതാണ്. അപ്പൊ അതൊരെണ്ണം. പിന്നെ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിനായി ഉള്ള എല്ലാ സാധനങ്ങളും കൂടി ഇതിലാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ എഴുതിയിട്ട്, ഇതിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് എഴുതിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നിപ്പിൾ ബോട്ടിൽ. നമ്മൾ ടോമി ടിപ്പിയുടെ 3 വരുന്ന ഒരു സെറ്റാണ് മേടിച്ചത്. അപ്പൊ ആ ഒരു നിപ്പിൾ ബോട്ടില്. അതിന്റെ കൂടെ ഞാൻ ഇൻഫാകോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് ഇതിന്റെ ഒപ്പം കൊണ്ടുപോകണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മുടെ അടുത്ത് ആ വാർഡിൽ വർക്ക് ചെയ്യണം, മെറ്റേണിറ്റിയിൽ വർക്ക് ചെയ്യണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു ഈ ഗ്യാസിന്റെ ഇഷ്യൂ കുഞ്ഞിന് വരികയാണെങ്കിൽ കൊടുക്കാം, ഈ മിൽക്കിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് അറിയണത്. അപ്പൊ ഞാൻ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്, ഇൻ കേസ് ആവശ്യം വന്നാൽ എന്നുള്ള രീതിയിൽ. അതിന്റെ ഒപ്പം കാണിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പ്. UK ഡെലിവറി നടത്താൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇത് മേടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ വേറെ ആരും നമ്മുടെ കൂടെ നോക്കാനില്ലെങ്കിലും നമുക്ക് നമ്മുടെ മിൽക്ക് കളക്ട് ചെയ്ത് ഇതിൽ വെക്കാം. അപ്പം നമ്മുടെ പാർട്ട്ണറിനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കുഞ്ഞിനെ ഫീഡ് ചെയ്യാലോ. അപ്പൊ അത് ഏറ്റവും നല്ല ബ്രാൻഡ് മോംകോസിന്റെ എങ്ങാണ്ടും ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് നോക്കിയപ്പം അതിനെ കഴിഞ്ഞും എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രസ്റ്റ് പമ്പാണ് ഞാൻ മേടിച്ചത്. അപ്പൊ അതിന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കാണിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് ഇങ്ങനത്തെ ഉള്ളത് മേടിക്കാനാണ് പറയണത്. നമ്മൾ അല്ലാണ്ട് ജസ്റ്റ് ഇതേ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കളക്ട് ചെയ്യുന്നതുണ്ട്, ഇലക്ട്രിക് വൺ. ഇതും ഇലക്ട്രിക് ആണ്, പക്ഷെ ഈ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് മോംകോസിന്റെ ഒക്കെ. അതിന് കഴിഞ്ഞ് കുറച്ചും കൂടി നിപ്പിൾ ക്രാക്സ് കുറവ് വരുന്നത് ഇങ്ങനത്തെയാന്ന് പറയും. നമ്മൾ ഇതിൽ വയറൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് ഇത് എന്താ NCVI എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ മേടിച്ചേക്കണം. അപ്പം അതിന്റെ സെറ്റ് മൊത്തം ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാട്ടോ മേടിച്ചേ. ഇനിയുള്ളത് നാപ്പി ചേഞ്ചിന്, കുഞ്ഞിന്റെ നാപ്പി ചേഞ്ചിന് വേണ്ട ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇതേപോലെ വേറൊരു സിപ്ലോ കവറിലാക്കിയിട്ടുണ്ട്. നാപ്പി ചേഞ്ചിന് മാത്രമല്ല കുഞ്ഞിനെ തുടച്ചെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറയാട്ടോ. അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഒരു നാപ്പി ചേഞ്ചിങ് ഷീറ്റ് ആണ്. ഇതിന്റെ വൺ സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, വളരെ സോഫ്റ്റ്. മറ്റേ സൈഡ് ഈ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ബെഡിലോട്ടോ ഇവിടെ ഓൾറെഡി നമുക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇങ്കോ ഷീറ്റ് കിട്ടും ബെഡ് നനയാതിരിക്കാൻ. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു നാപ്പി ചേഞ്ച് ഷീറ്റ് ആണ്. അപ്പൊ ഞാനിത് ഒരു ഡയപ്പർ ബാഗ് നമ്മൾ എന്തായാലും മേടിക്കണം കേട്ടോ. ഡയപ്പർ ബാഗ് എന്ന് ഉദ്ദേശിക്കണേ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ പണ്ടൊക്കെ അമ്മമാര് വാനിറ്റി ബാഗ് പോലത്തെ ഒരു ബാഗ് എടുക്കില്ലേ, സൈഡ് ബാഗ് പോലത്തെ. ഞാനത് പുറത്ത് 2 സൈഡിൽ ഇടുന്ന ഒരു സ്കൂൾ ബാഗ് പോലത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെപ്പോഴും ഇത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എവിടെ നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്തൊക്കെ ഇങ്ങനെ ബേബി ചേഞ്ചിങ് യൂണിറ്റിന്റെ പുറത്ത് ഇത് വിരിച്ചിട്ട് കുഞ്ഞിനെ കിടത്തുവാണെങ്കിൽ അത്രയും നമുക്ക് അവിടെയുള്ള ഡേർട്ടും കാര്യങ്ങളൊന്നും കുഞ്ഞിൽ പിടിക്കില്ലല്ലോ. അപ്പൊ ഇതൊരു നാപ്പി ചേഞ്ചിങ് ഷീറ്റ്. പിന്നെ ഇതൊരു ബേബി ഷാമ്പു ആൻഡ് വാഷ് ആണ്. ഇത് നമുക്ക് മിഡ് വൈഫ് തന്നാണ്, ചൈൽഡ് ഫാമിന്റെ. ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് ഉറപ്പൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവരപ്പം തന്നെ വാഷ് ചെയ്യാൻ, കുഞ്ഞിന് ബാത്ത് കൊടുക്കാനൊന്നും ആദ്യത്തെ 2 ദിവസത്തിൽ സമ്മതിക്കുമെന്ന് അറിയില്ല. ഇൻ കേസ് അവർക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഷാമ്പു അല്ലെങ്കിൽ ബോഡി വാഷ് വേണ്ടേ എന്ന് കരുതിയിട്ട് ഒരു സാമ്പിൾ ഇത് തന്നതാണ്. അപ്പൊ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിന് വേണ്ട മോയ്സ്ചറൈസർ. ഞാൻ ബേബി ഷാമ്പു ആണെങ്കിലും ബോഡി വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും എല്ലാം അവീനോന്റെയാണ് എടുത്തേക്കുന്നത്. അത് ഈ ഫ്രണ്ട്സും പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ റിവ്യൂ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം കുറച്ചും കൂടി നല്ലത് ഇതാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഇതിലും നല്ലതുണ്ട് കേട്ടോ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അവീനോന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറും കൂടി എടുത്തിട്ടുണ്ട് ഈ നാപ്പി ചേഞ്ചിന്റെ കൂട്ടത്തില്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇവർ പറയുന്നത് നാപ്പി ചേഞ്ചിന് 99% വാട്ടർ മാത്രമുള്ള വെറ്റ് വൈപ്സ് എടുക്കണമെന്ന്. വേറെ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വാട്ടർ മാത്രമുള്ള. അപ്പോൾ ഒരു വെറ്റ് വൈപ്സിന്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്.
വാട്ടർ വൈപ്സ് എന്നാണ് പറയുന്നത്. പാമ്പേഴ്സിന്റെ ആണ് അത് എടുത്തിരിക്കണേ. പിന്നെ ഒരു സ്യൂഡോ ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ നാട്ടിലെ പോലെ തുണി അല്ലല്ലോ, ഫുള്ള് നമ്മൾ ഇതാണ് നാപ്പി പാമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം റാഷസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ റാഷസ് വരാതിരിക്കാനുള്ള ഒരു പ്രിവെന്റീവ് ക്രീമാണ് സ്യൂഡോ ക്രീം. സ്യൂഡോ ക്രീം കൂടാണ്ട് വേറെ കുറച്ച് പേരുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്യൂഡോ ക്രീം എന്ന് പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബ്രാൻഡ് തന്നെയാണ് മേടിച്ചേക്കണേ. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് ഒരു നാപ്പി ഡിസ്പോസ് ചെയ്യുന്ന ഒരു ബാഗാണ്. ഇത് സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് കവർ പോലത്തെ കുഞ്ഞു കുഞ്ഞു കവറാണ്. ഇതിലൊരു കുറച്ചെണ്ണം ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു 5-8 ഈ ഒരു സൈസിലുള്ള ഒരു 5-8 ഒക്കെ ഉള്ള സെറ്റ് നമുക്ക് ഈ ഷീനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആയിട്ടുള്ള നാപ്പി സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, യൂറിന്റെ സ്മെൽ ഉണ്ടാവും ഒക്കെ. ആ സ്മെല്ലുള്ളപ്പം ഇതിലോട്ട് ഇട്ട് കെട്ടിയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കൊടുക്കാം. അപ്പം അവിടുത്തെ ബിന്നിലോ വല്ലതും ഇടാൻ പറ്റും. അപ്പൊ ഇത് എവിടെ പോകുമ്പോഴും നമ്മുടെ ഡയപ്പർ ബാഗിൽ വെക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കുറച്ച് പാമ്പേഴ്സ്, അതായത് ഡയപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ പാമ്പേഴ്സിന്റെ ആണ് എടുത്തത്. ഞാൻ ആ ഫുൾ ഹോൾ കവർ അങ്ങനെ ബാഗ് അങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ അത്രയും വലിപ്പത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നമുക്കൊരു 2 ഡേയ്സിന് നമുക്ക് മിഡ് വൈഫ് വന്ന ലിസ്റ്റ് അനുസരിച്ച് 6 നാപ്പീസ് പെർ ഡേ എന്നാ പറഞ്ഞേക്കണേ. പക്ഷെ നമ്മൾ അതിനെ കഴിഞ്ഞ് കൂടുതൽ എണ്ണം ഒരു 3 ഡേയ്സിന് കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി വെച്ചിട്ട് നമ്മുടെ നാപ്പി ചേഞ്ചിങ് സെറ്റിലുള്ള എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചൊരു ഇതേപോലെ സിപ്ലോക്കിൽ ഇടുകയാണെങ്കിൽ നാപ്പി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, തപ്പി പിടിച്ച് നടക്കണ്ട. ഡെലിവറി സമയത്ത് നമ്മൾ മേടിക്കുന്നത് പാമ്പേഴ്സിന്റെ N എന്ന് കൊടുത്തിട്ടുള്ള നാപ്പീസ് ആണ് ന്യൂ ബോൺ എന്നുള്ളതിൽ. പക്ഷെ ഞാൻ മേടിച്ചിട്ടുള്ളത് പാമ്പേഴ്സ് 1 ആണ്. അതാണ് കുറച്ചും കൂടി യൂസ്ഫുൾ. നമ്മൾ മടക്കി വെച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പുറത്തേക്ക് പോകത്തില്ല. അതിനുള്ളത് ഞാൻ തുറന്നു കാണിക്കുന്നില്ല. ഹോം കമ്മിങ് ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റാണ്. ഞാൻ നേരത്തെ റിസീവിംഗ് സെറ്റ് കാണിച്ചില്ലേ, അതിൽ വെസ്റ്റ്, സ്ലീപ്പ് സ്യൂട്ട്, മിറ്റൻസ്, ക്യാപ്പ്, അതുപോലെ തന്നെ സോക്സ് അതിൽ ഇൻക്ലൂഡ്. ഇതിൽ ഞാൻ വീട്ടിലോട്ട് കുഞ്ഞാവേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫുൾ സെറ്റ് ഉണ്ട്. ആ വീട്ടിലോട്ട് വരുമ്പോൾ അവന് ഇടാനുള്ള സെറ്റാണ് അത്. സാധാരണ ഉള്ളതിനെ കഴിഞ്ഞും എല്ലാ ഐറ്റംസും കൂടി ഇങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്നത് ഇതിൽ ഞാൻ മിറ്റൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മിറ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. ഈ കയ്യിലിടുന്ന ഒറ, അതുപോലെ തന്നെ സോക്സും കാലിലിടുന്ന സോക്സും, ഇതെല്ലാം ക്യാപ്പും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ അവനൊരു കുഞ്ഞു ഷൂ, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇത് ഇടുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ചിലപ്പോൾ ഫോട്ടോയിലൊക്കെ വെക്കാൻ എടുക്കുമായിരിക്കും. ഒരു 2020 ബോണിങ് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ഷൂവും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാറിൽ തിരിച്ചു വരുവാണല്ലോ, അപ്പം കാറിൽ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, ബേബി ഓൺ ബോർഡ്. ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് മേടിച്ചേക്കുന്ന കേട്ടോ. ഇത് നമ്മൾ കാറിൽ ഒട്ടിക്കുന്നത് നല്ലതാണ് ശരിക്കും. ഇതാണ് ഹോം കമ്മിങ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള സംഭവങ്ങൾ. ഓക്കെ, വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും ഉണ്ടല്ലോ, ഗേൾസിനാണ് കുറച്ചും കൂടി ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഒക്കെ മേടിക്കാൻ കിട്ടുക. നമ്മുടെ ഇപ്പൊ ബോയ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മേടിച്ചേക്കുന്നത്. ഇത് ഞാൻ തുറന്നു കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോഡി സ്യൂട്ട്സ് എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ ബിബ്സ്, നമ്മുടെ ഇവിടെ പാലാവാണ്ട് ഇവിടെ കിട്ടുന്ന ബിബ്സും എക്സ്ട്രാ 3 പെയേഴ്സ് വെച്ചിട്ട് എടുത്തേക്കുന്നതാണ് ബോഡി സ്യൂട്ടും ബിബ്സും. ഇപ്പം നമ്മൾ ആദ്യം റിസീവ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡ്രസ്സിന്റെ സെറ്റും വീട്ടിൽ വരുമ്പോൾ ഉള്ള ഡ്രസ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ 2 ദിവസമൊക്കെ കിടക്കുകയാണെങ്കിൽ കുഞ്ഞിനെ മാറ്റാൻ വേണ്ടിയിട്ട് 3 സെറ്റ് വെച്ചിട്ട് അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതും പേരെഴുതിയാട്ടോ വെച്ചേക്കുന്നത്, അപ്പൊ എടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഇത് മസ്ലിൻ ക്ലോത്ത്സിന്റെ ഒരു സെറ്റ്. നമുക്കിവിടെ കോട്ടൺ, നമ്മുടെ പഞ്ഞിയില്ലേ, പഞ്ഞീന്റെ കോട്ടൺ ബോൾസ് മേടിച്ചുകൊണ്ട് പോകും ഇവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പൊ ഞാനത് മേടിച്ചിട്ടില്ല, കാരണം നമ്മൾ മസ്ലിൻ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ വന്നാലും മസ്ലിൻ ക്ലോത്ത്സ് വെച്ചിട്ടാണ് നാട്ടിലൊക്കെ പിള്ളേരെ തുടയ്ക്കുന്ന കണ്ടേക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനിത് മേടിച്ചിട്ടില്ല. ഇത് പല തരത്തിലുള്ള മസ്ലിൻ ക്ലോത്ത്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട മസ്ലിൻ ക്ലോത്ത്സ് ആണ്. അപ്പൊ അതിനൊരു ഡിഫറൻസ് ഉണ്ട് മെറ്റീരിയലില്. പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വേറൊരു ടൈപ്പ്, നമ്മുടെ ടവലിന്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം. അപ്പൊ അതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണ് ഇത്, മുഖമൊക്കെ പാല് വീഴുമ്പോൾ തുടയ്ക്കാൻ പാകത്തിന്. പിന്നെ ഇവിടുത്തെ മസ്ലിൻ ക്ലോത്ത്സിന്റെ വളരെ സോഫ്റ്റ് ആണ് ഇത്. ഇങ്ങനത്തെ ഒരു ചെറുത് 2 എണ്ണം 3 എണ്ണോട്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ 3 ദിവസമൊക്കെ കിടക്കുകയാണെങ്കിലേ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച റിസീവിങ് സെറ്റിന്റെ ഒപ്പം വെച്ച പോലത്തെ വെൽഡ് ഒരെണ്ണം. അപ്പൊ അങ്ങനെ മസ്ലിൻ ക്ലോത്ത്സിന്റെ കുഞ്ഞിന് തുടയ്ക്കാനുള്ള ക്ലോത്ത്സ് ആണ്. അത് ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനെ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റും ബോഡി സ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ മനസ്സിലാക്കിയ വ്യത്യാസമാണ്. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് മാത്രം ഉള്ളത്, കൈയൊന്നും ഇല്ലാത്തത്. അപ്പൊ ഇത് എല്ലാ ഡ്രസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഈ വെസ്റ്റ് ഇടിപ്പിച്ചിട്ടായിരിക്കും കുഞ്ഞിനെ കിടത്തുന്നത്. അപ്പൊ ഞാനൊരു 3 വെസ്റ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ ഫുള്ളി കവേർഡ് ആയിട്ട് കിടക്കുന്ന കാലും ഒക്കെ കവേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു 2 സ്ലീപ്പ് സ്യൂട്ടും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. അത്രയും ദിവസം വരേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എമർജൻസി സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിടക്കേണ്ടി വരും. അപ്പൊ അത് എക്സ്ട്രാ ബേബിക്ക് വേണ്ട ഡ്രസ്സാണ്. അപ്പൊ ഞാൻ ഇവിടെ എക്സ്ട്രാ എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അത് വെച്ചാൽ സോക്സ്, മിറ്റൻസ്, ക്യാപ്സ്, തലയിൽ വെക്കുന്ന ക്യാപ്പ്, സോക്സ്, മിറ്റൻസ് ഞാൻ ജസ്റ്റ് ഇച്ചിരി 2-3 പേർ വെച്ച് എക്സ്ട്രാ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ കാണിക്കുന്നില്ല ആ സംഭവങ്ങൾ തന്നെ. പിന്നെ ഞാൻ ആദ്യം റിസീവിംഗ് ഡ്രസ്സിന്റെ കാണിച്ച പോലെ തന്നെ എല്ലാം കൂടി സെറ്റ് ഒപ്പിച്ചു വരുന്ന ബിബ്സ്, മിറ്റൻസ്, സോക്സ് എല്ലാം സെറ്റ് ഒപ്പിച്ചു വരുന്ന 2 ഡ്രസ് സെറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എല്ലാം കൂടിയിട്ട് ഒരു 3 ദിവസം നൈറ്റും പകലും അതിന് ലാവിഷായിട്ട് മാറാനുള്ള ഡ്രസ്സുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവന് വേണ്ട ഐറ്റംസ് ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു എക്സ്ട്രാ കവറും എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു പ്ലാസ്റ്റിക് ബാഗാണ്. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്ലാസ്റ്റിക് ബാഗും. ഇത്രയും മതി എന്നാണ് ഞാൻ കരുതുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് കുറേയും കൂടി ഐറ്റംസ് നമ്മൾ സെറ്റ് ആക്കാനുള്ളത്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ മേടിച്ച ഐറ്റംസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് ഈ കുഞ്ഞാവിക്ക് വേണ്ട ബ്രഷ്, അതായത് തല ബ്രഷ് ചെയ്യുന്ന ബ്രഷ്, പിന്നെ എന്താണ് നെയിൽ കട്ടർ, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കൂടിയിട്ടുള്ളൊരു ബേബി കെയർ സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. തെർമോമീറ്റർ ഒക്കെ ഉള്ളത്, കൊച്ചിന്റെ പനിയൊക്കെ നോക്കാൻ പറ്റുന്ന തെർമോമീറ്റർ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ കൊച്ചിന്റെ ഒപ്പം ഉള്ള വീഡിയോസ് ഇടുകയാണെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടെ ഇങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, UK ഡെലിവറിക്ക് പോകുമ്പോൾ കാർ സീറ്റ് കൊണ്ടുപോകണം. അതായത് നമ്മൾ കാറിലാണ് കൊച്ചിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കാർ സീറ്റ് കൊണ്ടുപോകണം. അല്ല നമ്മൾ നടന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ബഗ്ഗി അത് കൊണ്ടുപോകണം. അതിൽ മാത്രമേ അവർ കുഞ്ഞിനെ തന്നു വിടുള്ളൂ. അത് അവർ പഠിപ്പിക്കുകയും ചെയ്യും എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. ഒപ്പം നിങ്ങളുടെ ഇടയിൽ ആ മോം ട്യൂബിക്ക് അയച്ചും കൊടുക്കണേ.